നടനും സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ശ്രീനിവാസിന് ആദരാഞ്ജലികൾ. ശ്രീനിവാസിനെ കുറിച്ച് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മലയാള സിനിമയെ മൊത്തം കൈപ്പിടിയിലൊതുക്കിയ ആൾ എന്ന നിലയ്ക്ക് ശ്രീനിവാസിനെ ചുരുക്കി പറയാം. അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് വേണ്ടി വലിയ സംവിധായകർ പോലും കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ കാലത്തിന് മുമ്പ് ശ്രീനിവാസിനൊരു കാലമുണ്ടായിരുന്നു, സിനിമയിൽ തുടക്കക്കാരൻ എന്ന കാലം. ആ കഥയൊക്കെ നമ്മളിൽ ചിലരൊക്കെ കേട്ടതാണ്. അറിയാത്തവർക്കായി ശ്രീനിവാസൻ തന്നെ പറയുന്നത് കേൾക്കാം. ഞാൻ വലുതായിട്ടൊന്നും, അതെന്ന് വെച്ചാൽ വലുതായിട്ടല്ല, തീരെ കാലുറപ്പിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടം 1984. അപ്പോൾ ഈ ഏതാനും ചില സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അതുകൊണ്ട് ജീവിക്കാനെന്നുള്ള ഒരു സംഭവമായിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി. ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടല്ലല്ലോ പ്രണയിക്കുന്നത്, പ്രണയിച്ച് പോവുകയാണല്ലോ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിർബന്ധിതനായ ഒരു ഘട്ടം. അങ്ങനെ ആ സമയത്ത് ഇന്നസെൻ്റ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന രണ്ടാളുകൾ ഒരു കഥ, ഒരു നുണക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാനൊരു സഹായിയായിട്ട് കൂടെ നിന്നിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തരാനായിട്ട് അവരുടെ കയ്യിൽ, രണ്ടുപേരുടെ കയ്യിലും ഒരു പൈസയും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇന്നസെൻറ്റിനോട് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമാണ്. കല്യാണമോ? ഇത്ര പെട്ടെന്നോ? ഇത് നമ്മളിതൊന്നും ക്ഷണിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആഘോഷമൊന്നുമില്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള കല്യാണമാണ്, അപ്പം ആരെയും ക്ഷണിക്കുന്നില്ല, എല്ലാവരോടും വിവരം പറയും, അങ്ങനെ ഉള്ളൊരു ചെറിയ പരിപാടി മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ, എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, വൈകുന്നേരമാണ് പോകുന്നത്, വൈകുന്നേരത്തെ ട്രെയിനിന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ പുള്ളി എൻ്റെ കയ്യിൽ ഒരു 400 രൂപ തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, ഇതെവിടുന്ന് ഈ 400 രൂപ കിട്ടി? അപ്പോൾ പുള്ളി പറഞ്ഞു, ആലീസിൻ്റെ വള, ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ്, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 400 രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ പോലെയല്ല, 400 രൂപ കുറച്ച് വിലയൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉടുക്കാനുള്ള സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ കല്യാണമാണ്. അപ്പം എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ അവിടെ ഒരാളെ വിളിച്ചു പറയുകയും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവരെയൊക്കെ വിവരം പറയുകയും ചെയ്തു. ആരും വരണ്ട, വരാതിരിക്കാനാണ് ക്ഷണിക്കുന്നതെന്നുള്ള മട്ടിലായിപ്പോയി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, രജിസ്റ്റർ ഓഫീസൊക്കെ ഇരിക്കട്ടെ, അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിൻ്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു, സ്വർണത്തിൻ്റെ താലി കെട്ടാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് ഭാഷ പിടിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ താലി വാങ്ങാൻ എത്ര പൈസ വേണ്ടി വരും? അപ്പോൾ ഒരു 2000 രൂപ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓർത്ത് നോക്കിയപ്പം അതിരാത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ നടക്കുകയാണ്. അവിടെ മമ്മൂട്ടിയുണ്ട്. അപ്പം നേരെ ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി. രാത്രിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്, നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. എന്നൊരു കല്യാണത്തിന് ഞാൻ വരും. ഞാൻ പറഞ്ഞു, കല്യാണത്തിന് വരരുത്, അപ്പോൾ വന്നാൽ കല്യാണം കലങ്ങും, അല്ല എന്തായാലും ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വരരുത്, നമ്മളെ ദ്രോഹിക്കരുത്, കാരണം ആൾ കൂടിയിട്ട് എന്നെ അതിപ്പോൾ ആളുകൾക്കൊന്നും അധികം അറിയില്ല, മമ്മൂട്ടി വലിയ നായകനായി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ആൾ കൂടിയിട്ട് എല്ലാം കൂടി പ്രശ്നമാകുമ്പോൾ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ആ ശരി, വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിൻ്റെ ഒരു താലി വാങ്ങിച്ചു. രജിസ്റ്റർ ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എൻ്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത്.
അപ്പോൾ ഈ ഒരു സംഭവം പലരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ജീവിതത്തിലെ വലിയതും പ്രാധാന്യവുമായ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിൻ്റെ കണ്ണീർ കഥ ഒരു സിനിമാ കഥ പോലെ ഇന്നും നമുക്കിടയിലുണ്ട്. 2 സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 2ഉം കാലിക പ്രശസ്തിയുള്ള സിനിമകളായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിനിടയിൽ സംഭവിക്കുന്ന പച്ചയായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിറഞ്ഞു നിൽക്കും. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇടയിൽ മുഴച്ചു നിൽക്കുന്ന അനാചാരങ്ങളുടെ ആവിഷ്കാരവും അവിടെ കാണാം. അദ്ദേഹം എഴുതിയതും അഭിനയിച്ചതുമായ കഥാപാത്രങ്ങൾ വരും തലമുറകൾക്കും ഉപകാരമുള്ളവയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതല്ല, ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിലെ അറിവുകൾ പലരും ഉൾക്കൊണ്ടിട്ടുള്ളതുമാണ്, അതുപോലെ വിമർശിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ആദ്യമായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശബരിമലയിൽ പോകേണ്ടി വന്നു. ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരും ദീക്ഷയൊക്കെ എടുത്തിട്ട് നോമ്പൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ എന്നോട് ചോദിച്ചു, തൊഴുതോ? ഞാൻ പറഞ്ഞു ഇല്ല. തൊഴണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടം വരെ വന്നിട്ട് തൊഴാതെ പോവുകയെ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു തീവ്രവാദിയാണ് എന്ന്. അപ്പോൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല. ഈ താടി കണ്ടില്ലേ, ഒട്ടിച്ച താടിയാണ്. ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ച താടിയാണ്. അപ്പോൾ ഈ വ്രതമൊക്കെ എടുത്ത് വരുന്ന, നിഷ്ഠയോടുകൂടി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒന്നും ചെയ്യാതെ പോയി തൊഴുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അയ്യപ്പൻ അറിയാം. അവിടെ പിന്നെ വേറെ തർക്കിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ തൊഴാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊഴാൻ പോയി. ഇപ്പോൾ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും തൊടാൻ അനുവദിക്കാതെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ചെയ്യാത്ത എന്നെ ഞാനങ്ങോട്ട് മാറിയോ എത്ര നേരം വേണമെങ്കിലും തൊഴുതോളൂ എന്ന് പറയാണ്. അപ്പോൾ ഈ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ അതിനകത്ത് ദൈവം എന്ന് പറയുന്നത്, അതിനെപ്പറ്റിയുള്ള ഡെഫിനേഷൻ നന്മയാണ്, സ്നേഹമാണ്, നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് ദൈവം എന്നൊക്കെ. അതൊക്കെ എൻ്റെ ആശയമാണ്. എൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന. ഇപ്പം പല ദൈവത്തെക്കുറിച്ച് പറയുകയല്ല, ദൈവത്തിൻ്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ്റെ ഒരു വാക്ക് അടുത്ത കാലത്തല്ല, ഒരു 1-2 വർഷം മുമ്പാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം പറയുന്നത്, ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെ ദൈവവിശ്വാസി അല്ലാതെ ആക്കാനൊന്നും പറയുന്നതല്ല. ഞാൻ യുക്തിവാദിയുമല്ല, എനിക്ക് അതിലും വിശ്വാസമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണെങ്കിൽ ആ പ്രവൃത്തിയിലെല്ലാം ദൈവമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. ദൈവവിശ്വാസികൾ മോശം കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ദൈവത്തെ തൊഴുതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സൽപ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ദൈവവുമില്ല. കോമഡി പറയുകയും അഭിനയിക്കുകയും ചെയ്യുന്നവർ മരിച്ചാൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന ചാനലുകളിൽ ആ കോമഡികൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ആൾ മരിച്ചു കിടക്കുമ്പോൾ ചാനലുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ തമാശകളുള്ള ഭാഗങ്ങൾ വെച്ച് ആളുകളെ ചിരിപ്പിക്കുന്നു. ഇത്തരം നടീനടന്മാരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരെക്കുറിച്ച് അനുസ്മരിക്കുന്നവരും അത്തരം രംഗങ്ങളെക്കുറിച്ച് ചിരിച്ചുകൊണ്ട് മറക്കാൻ കഴിയില്ല എന്ന നിലയിലായിരിക്കും സംസാരിക്കുക. ശ്രീനിവാസൻ ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്നത് മഹാഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാനും അതിലെ നർമ്മരസങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞല്ലോ. പൂർണ്ണ ബഹുമതികളോടെ കേരളം അദ്ദേഹത്തെ അവസാന യാത്ര അയച്ചത് അദ്ദേഹത്തിനുള്ള വലിയ അംഗീകാരം കൂടിയാണ്. ശ്രീനിവാസൻ എന്ന നടനെ നമുക്ക് ധൈര്യമായി ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കാണിച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് അവർക്ക്. ഇനി വേറൊരു ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും വരില്ല. ശ്രീനിവാസനെ പോലൊരാൾ ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. ഒരിക്കൽ കൂടി ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി ഉടനെ വരാം. അതുവരേക്കും വിട.